നമുക്കിനി സ്വീഡൻക്ക് ഒരു ജോബിനായിട്ട് പോകാൻ പറ്റും. 2 ലക്ഷത്തിൽ കൂടുതൽ മാസവരുമാനം വരുന്ന ഒരു ജോലി നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഈ ഒരു വിസയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിസയുടെ കോസ്റ്റ് ആയിട്ട് വെറും 16,000-ഓളം രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത്രയും കുറഞ്ഞൊരു പൈസയ്ക്ക് നമുക്കിനി സ്വീഡൻക്ക് എത്തിപ്പെടാൻ പറ്റും. ഒരുപാട് കാറ്റഗറീസിൽ വർക്കേഴ്സിനെ ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 1 ലക്ഷത്തോളം വാക്കൻസികൾ ഒഴിവുണ്ട് എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ഇത്രയും ഓഫർ വരാൻ കാരണം അവിടെ വന്നൊരു ലേബർ ഷോർട്ടേജ് മൂലമാണ് ഇത്രയും വാക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു വിസയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിസയിൽ പോകാനായിട്ട് യാതൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് നമുക്ക് ആവശ്യമില്ല. IELTS, TOEFL ഇതുപോലുള്ള ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് നമുക്ക് വേണ്ട. ഒരുപാട് ജോബ് സെക്ടേഴ്സും ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്വീഡൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1000-ഓളം ലേക്സ്, ഐലാൻഡുകൾ, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഇതൊക്കെ കൂടി ചേർന്ന ഒരു രാജ്യമാണ്, ഒരു സ്കാൻഡിനേവിയൻ രാജ്യമാണ് സ്വീഡൻ എന്ന് പറയുന്നത്. വൈക്കിങ്സിന്റെ നാട് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു രാജ്യം. ഈ ഒരു രാജ്യത്തേക്ക് നമുക്ക് ഇനി ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത് ഏതൊക്കെ ജോബ് സെക്ടേഴ്സ് ആണ് വരുന്നത്, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഇതിന്റെ റിക്വയർമെന്റ്സ് എങ്ങനെയാണ് ഒരു ജോബിന് അപ്ലൈ ചെയ്യുക, ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്താണെന്ന് നോക്കാം. Hi everyone, it's me Shyam and this is Wayfarer Insights. അപ്പോൾ സ്വീഡന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്കാൻഡിനേവിയൻ രാജ്യമാണ്. നോർഡിക് കൺട്രീസ് എന്നൊക്കെ അറിയപ്പെടുന്ന നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, ഫിൻലാൻഡ് ഇതൊക്കെയാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് പറയാറ്. ഇപ്പോൾ 2024 വന്നൊരു വാക്കൻസികളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറയാൻ പോണത്. പുതിയ ജോബ് വിസകൾ വന്നിട്ടുണ്ട്, ഒരുപാട് വിസകൾ വന്നിട്ടുണ്ട്. ഇത് ആർക്കൊക്കെയാണ് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുക നോക്കി നോക്കാം. നോൺ EU കൺട്രീസിലെ ആൾക്കാർക്കാണ് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നമ്മളൊക്കെ ഒരു നോൺ EU രാജ്യത്തുള്ള ഒരാളായതുകൊണ്ട് നമുക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിസ തന്നെയാണ്. ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമായിരിക്കും ഇത് ഏത് വിസയാണ് എന്നുള്ളത്. ഇതൊരു സീസണൽ ജോബ് വിസയാണ് കേട്ടോ. ഏതൊക്കെ സെക്ടേഴ്സ് ആണ് പറയുകയാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ഫോറസ്ട്രി, ടൂറിസം, ബെറി പിക്കേഴ്സ് ആൻഡ് അതേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാടെണ്ണം വരുന്നുണ്ട്. ഞാൻ എല്ലാത്തിനും കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് വാലിഡ് ഫോർ എ മാക്സിമം ഓഫ് 6 months വിത്തിൻ 12 months. 6 months ആണ് സാധാരണ ഈ ഒരു സീസണൽ ജോബ്സിനൊക്കെ ഒരുവിധം എല്ലാ കൺട്രീസും കൊടുക്കാറ്. ഓക്കെ, എന്തായാലും ഇനി ഏതൊക്കെ സെക്ടേഴ്സ് ആണ് ഇതിൽ വരുന്നത്, ഏതൊക്കെ ജോബ് സെക്ടേഴ്സ് ആണ് നോക്കി നോക്കാം. ക്രോപ്പ് ആൻഡ് അനിമൽ പ്രൊഡക്ഷൻ, ഹണ്ടിങ് ആൻഡ് റിലേറ്റഡ് സർവീസ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഫോറസ്ട്രി ആൻഡ് ലോഗിങ്. ഫോറസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും വിചാരിക്കുന്നു. അതായത് ഫോറസ്റ്റിനെ സംരക്ഷിക്കുക. അതായത് ഫോറസ്ട്രി ഈസ് ദ സയൻസ് ആൻഡ് ക്രാഫ്റ്റ് ഓഫ് ക്രിയേറ്റിംഗ്, മാനേജിങ്, പ്ലാന്റിംഗ്, യൂസിങ്, കൺസേർവിംഗ് ആൻഡ് റിപ്പയറിംഗ് ഫോറസ്റ്റ് ആൻഡ് വുഡ്ലാൻഡേഴ്സ് for associated resources for human and environmental benefits. ഈ ക്രോപ്പിംഗ്, മരം മുറിക്കുക ഇതൊക്കെ വരുന്നുണ്ട് ഇതിൽ. പിന്നെ പറയുന്നത് ബെറി പിക്കേഴ്സ്, അതായത് ബ്ലാക്ക് ബെറി, ബ്ലൂബെറി അങ്ങനെയുള്ളതിനൊക്കെ പിക്ക് ചെയ്യുക. പിന്നെ അക്കോമഡേഷൻ ആൻഡ് ഫുഡ് സർവീസസ് ആക്ടിവിറ്റീസ് അങ്ങനെയുള്ളതിലൊക്കെ ഉണ്ട്. ഫുഡ് സർവീസ് ആക്ടിവിറ്റീസ്, പിന്നെ അക്കോമഡേഷൻ അതായത് റെസ്റ്റോറൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ടൂർ ഓപ്പറേറ്റർ ആക്ടിവിറ്റീസ്, പിന്നെ other റിസർവേഷൻ സർവീസസ് ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, landscape service activities, support activities for performing arts, operation of sky facilities, operation of golf courses, ആക്ടിവിറ്റീസ് ഓഫ് അമ്യൂസ്മെന്റ് പാർക്സ് ആൻഡ് തീം പാർക്സ് അങ്ങനെയുള്ളതിലൊക്കെ ജോബ് ഓഫേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫുഡ് സർവീസ് ഇൻഡസ്ട്രികൾ, അതുപോലെ തന്നെ അക്കോമഡേഷൻ, റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ളതിലും, പിന്നെ ഈ ടൂറിസം അത് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ, അതുപോലെ തന്നെ പാർക്ക് അങ്ങനെയുള്ളതിലും, പിന്നെ ഈ ഒരു ബെറി പിക്കേഴ്സ്, ബ്ലാക്ക് ബെറി ഇതൊക്കെ ക്രോപ്പ് ചെയ്യുക, ഇതൊക്കെ കളക്ട് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ, പ്ലാന്റേഷൻസിൽ, പിന്നെ ഹണ്ടിങ് പറഞ്ഞിട്ടുണ്ട്, അതായത് അനിമൽ ഹണ്ടിങ്, പിന്നെ അതുപോലെ തന്നെ അനിമൽ പ്രൊഡക്ഷൻ ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് വരുന്നത് മെയിനായിട്ട്. ഓക്കെ, എന്തായാലും ഈ സ്വീഡൻക്ക് ഒരു സീസണൽ വർക്കറിനായിട്ട് പോണ ഒരാൾക്ക് കിട്ടുന്ന സാലറി എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. അതായത് ഇവർ പറയുന്നുണ്ട്, ഡിഫറെന്റ് റിസോഴ്സസ് സെഡ് ദാറ്റ് ദ സാലറി ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ടു സ്വീഡിഷ് ക്രോണ 27,360 ആണ് പറയുന്നത്. സ്വീഡനത്തെ ഒരു കറൻസി എന്ന് പറയുന്നത് സ്വീഡിഷ് ക്രോണയാണ്. ഇപ്പോൾ 27,360 പെർ മന്ത് വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. അതിപ്പോൾ INR-ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറന്റ് റേറ്റ് വെച്ചിട്ട് 2,18,847 രൂപയാണ് വരുന്നത്. സോ മാസവരുമാനമായിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു എമൗണ്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഇയർ, ഇപ്പോൾ ഒരു 23-ത്തെ കണക്കനുസരിച്ചിട്ട്
ബെറി പിക്കേഴ്സിലും പിന്നെ പ്ലാന്റേഴ്സിലും ഒക്കെ ആയിട്ട് 5240 വർക്ക് വിസകൾ അലോ ചെയ്തിട്ടുണ്ട്. ഫോറസ്ട്രി വർക്കിൽ 461, പിന്നെ ഫാസ്റ്റ് ഫുഡ് സ്റ്റാഫ്, കിച്ചൺ, റെസ്റ്റോറൻറ്റ് അസിസ്റ്റൻസ് ഒക്കെ ആയിട്ട് 761, അത്രയൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിക്വയർമെന്റ്സ് ഓഫ് സീസണൽ വർക്കേഴ്സ്, ഒരു റിക്വയർമെന്റ് ഇവർ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ് നോക്കി നോക്കാം. അതായത് നമുക്ക് ഉണ്ടാവേണ്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. അതായത് ഇപ്പൊ ഈ ഒരു വർക്ക് പെർമിറ്റ് ഇവർ കൊടുക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന് 90 ദിവസത്തിനും പിന്നെ 90 ദിവസത്തിന് ശേഷവും. അതായത് 90 ദിവസം വരെ അവിടെ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളതും അതിനുശേഷം അവിടെ നിൽക്കാൻ പറ്റുന്നതുമാണ് ഇവർ കൊടുക്കുന്നത്. ഇപ്പോൾ 90 ദിവസത്തിന്റെ ഒരു ഇതിലാണ് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് പെർമിറ്റ് പിന്നെ വിസ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ 90 ദിവസത്തിന് ശേഷം നമ്മൾ അവിടെ നിൽക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിന്റെ വർക്ക് പെർമിറ്റ് ആവശ്യമാണ്. പിന്നെ ഒരു റെസിഡൻസ് പെർമിറ്റ് ആവശ്യമാണ്. പിന്നെ വിസ ആവശ്യമുണ്ട്. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. ഒന്നുമില്ല, കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മളുടെ ആ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു കമ്പനിയിലത്തെ ആൾക്കാർ നമുക്ക് ഇതിൽ ഏത് വർക്ക് പെർമിറ്റാ തരികയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ 90 ദിവസത്തിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു വർക്ക് പെർമിറ്റും പിന്നെ വിസയും മാത്രമേ ആവശ്യമുള്ളൂ. 90 ദിവസത്തിന് ശേഷമാണെങ്കിൽ വർക്ക് പെർമിറ്റും വിസയും അതോടൊപ്പം തന്നെ ഒരു റെസിഡൻസ് പെർമിറ്റും നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്വീഡൻ സീസണൽ വർക്ക് പെർമിറ്റിന്റെ ഒരു കോസ്റ്റ് ഇവർ പറയുന്നുണ്ട്. അതായത് 2000 സ്വീഡിഷ് ക്രോണയാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 16,146 രൂപയാണ് വരുന്നത്. ഇപ്പോൾ ഇത്രയും കുറഞ്ഞ എമൗണ്ടിലൊക്കെ വർക്ക് പെർമിറ്റ് എടുത്തിട്ട് സ്വീഡനിക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുക അറിയണത് നല്ലൊരു ഭാഗ്യമാണ്, നല്ലൊരു അവസരമാണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ സ്വീഡനിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലക്ഷങ്ങൾ ചിലവ് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു സ്വീഡിഷ് വർക്ക് പെർമിറ്റ് കിട്ടാൻ എങ്ങനെ ചെയ്യുക, എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കി നോക്കാം. അതായത് ഈ റെസിഡന്റ് ഓഫ് എ കൺട്രി ഔട്ട്സൈഡ് ദ EU അല്ലെങ്കിൽ EA കൺട്രീസ്, ഒന്നുമില്ല, ഇപ്പോൾ EUവിൻ്റെ അല്ലെങ്കിൽ EA കൺട്രിയുടെ ഔട്ട്സൈഡ് ഉള്ള ഒരാളായിരിക്കണം. ഇന്ത്യയിലായതുകൊണ്ട് നമുക്ക് പറ്റും. പിന്നെ പറയുന്നുണ്ട് ഹാവ് എ വാലിഡ് പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. യു നീഡ് എ കൺഫേംഡ് ജോബ് ലെറ്റർ ഫ്രം എ സ്വീഡിഷ് എംപ്ലോയർ ഫോർ സീസണൽ വർക്ക്. നമ്മളുടെ ആ ഒരു സ്വീഡിഷത്തെ അല്ലെങ്കിൽ ആ ഒരു സ്വീഡനത്തെ ഒരു എംപ്ലോയറുടെ ഒരു വർക്ക് ഓഫർ അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ നമുക്ക് ആവശ്യമുണ്ട്. അതിൽ സൈൻ ചെയ്തിട്ടുണ്ടോ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. പിന്നെ പറയുന്നത് ഹാവ് ആക്സസ് ടു അക്കോമഡേഷൻ, അതായത് ദ എംപ്ലോയർ ഷുഡ് നോട്ട് ഡിഡക്ട് റെന്റ് ഫ്രം യുവർ സാലറി. നമ്മളിപ്പോൾ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കോമഡേഷൻ ഉണ്ടാവും. ഈ ഒരു അക്കോമഡേഷന്റെ റെന്റ് ഒരിക്കലും നമ്മളുടെ സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യരുത് എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയുള്ളതായിരിക്കരുത്. ഇതൊക്കെ ആ വർക്ക് പെർമിറ്റിൽ ഉണ്ടോ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. വർക്ക് പെർമിറ്റിലല്ല, ആ ഒരു ജോബ് ഓഫറിൽ എല്ലാം ഉണ്ടോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. പിന്നെ പറയുന്നത് ഹാവ് എ വാലിഡ് ഹെൽത്ത് ഇൻഷുറൻസ്, അതുപോലെ തന്നെ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ്, അതെന്തായാലും നമുക്ക് വേണ്ടി വരും. പിന്നെ പറയുന്നത് ഏബിൾ ടു പേ എ സീസണൽ വർക്ക് പെർമിറ്റ് ഫീ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു സീസണൽ വർക്ക് പെർമിറ്റ് നേടിയെടുക്കുക എന്നുള്ളത് നോക്കി നോക്കാം. അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഇത്തരം ജോബ് ഓഫേഴ്സിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ഞാൻ എന്തായാലും ലാഗ് എടുപ്പിക്കുന്നില്ല, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. ഓക്കെ, നമ്മളപ്പോൾ ഒരു സീസണൽ വർക്ക് പെർമിറ്റ് കിട്ടാൻ എങ്ങനെയാണ് അതിന്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫസ്റ്റത്തെ പോയിന്റ് പറയുന്നത് യു മസ്റ്റ് ഫസ്റ്റ് ഫൈൻഡ് എ ജോബ് ഇൻ സ്വീഡൻ. ഒരു ജോബ് നമ്മൾ അവിടെ ആദ്യം കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇവർ പറയുന്നുണ്ട് യു മസ്റ്റ് ഹാവ് എ ഗുഡ് CV ആൻഡ് എ ഗുഡ് കവർ ലെറ്റർ. ചെക്ക് സ്വീഡൻ CV ഫോർമാറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ സ്വീഡനിക്ക് ഒരു ജോബിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്വീഡിഷത്തെ അവരുടെ ഒരു ഫോർമാറ്റ് അനുസരിച്ചിട്ടുള്ള ഒരു CV, അതുപോലെ തന്നെ ഒരു കവർ ലെറ്റർ, അതൊക്കെ നമ്മൾ ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്വീഡൻ CV ഫോർമാറ്റ് എങ്ങനെയെന്നുള്ളതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ അത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് എംപ്ലോയർ ഇനിഷ്യേറ്റ് ആപ്ലിക്കേഷൻ. നമ്മുടെ ഈ ഒരു സ്വീഡിഷത്തെ എംപ്ലോയർ സ്വീഡിഷ് മൈഗ്രേഷൻ ഏജൻസിയിൽ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ ഇൻഫർമേഷൻസ് എന്തൊക്കെ പ്രോസസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കണം എന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് യുവർ എംപ്ലോയർ വിൽ ആൾസോ ടെൽ യു അബൌട്ട് ദ ആപ്ലിക്കേഷൻ പ്രോസസ് ആൻഡ് ദ ഫോംസ് ടു ഫിൽ ഔട്ട്. അവർ നമ്മളുടെ ആ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടും പിന്നെ ഏതൊക്കെ ഫോം എങ്ങനെയൊക്കെ ഫില്ല് ചെയ്യണം എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നവർ പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് യു സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ. വൺസ് യുവർ എംപ്ലോയർ ഇനിഷ്യേറ്റ് ദ പ്രോസസ് യു വിൽ റിസീവ് ആൻ ഇമെയിൽ വിത്ത് ഇൻസ്ട്രക്ഷൻസ് ഓൺ കംപ്ലീറ്റിംഗ് ആൻഡ് സബ്മിറ്റിംഗ് യുവർ ആപ്ലിക്കേഷൻ. നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ഇമെയിൽ നമ്മളുടെ ആ ഒരു എംപ്ലോയർ നമുക്ക് സെൻഡ് ചെയ്യും. സോ അതിനനുസരിച്ച് നമ്മൾ അത് സബ്മിറ്റ് ചെയ്യുക. പിന്നെ പറയുന്നത് പേയിങ് ദ വർക്ക് പെർമിറ്റ് ഫീ. നമ്മൾ പിന്നെ വർക്ക് പെർമിറ്റ് ഫീ നമ്മൾ പേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിത് വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് ഇതുവഴിയൊക്കെ നമുക്ക് പേ ചെയ്യാൻ പറ്റും.
എ ഡിസിഷൻ ഓൺ എ പെർമിറ്റ് ഫോർ സീസണൽ വർക്ക് ഈസ് ടേക്കൻ വിത്തിൻ 90 days. ഒരു 90 ദിവസത്തിനുള്ളിൽ, ഒരു 3 മാസത്തിന്റെ ഉള്ളിൽ നമ്മളുടെ ഇതിന്റെ ഒരു ഡിസിഷൻ, നമ്മൾ ഈ ഒരു പെർമിറ്റിന്റെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു ഡിസിഷൻ നമുക്ക് അറിയാൻ പറ്റുന്ന ഇവർ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അത് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യാണ് എന്നുള്ളതാണ്. അപ്ലൈ ഫോർ എ ഡി വിസ. ഈ ഒരു ഡി വിസയെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. Submit the application form and all required documents to the Swedish Embassy or Consulate General in your home country. നമ്മളുടെ ഹോം കൺട്രിയിലുള്ള സ്വീഡിഷ് എംബസി, കൺസുലേറ്റ് ജനറൽ വഴി നമ്മൾ ഈ ഒരു ഡി വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. അതിന് സബ്മിറ്റ് ചെയ്യണം അതിൻ്റെ അപ്ലിക്കേഷൻസും നമ്മളുടെ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്വീഡിഷ് എംബസി പോയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഈ ഒരു ഡി വിസ എന്ന് പറയുന്നത്, ദ ഡി വിസ അലൗസ് യു ടു ട്രാവൽ ടു സ്വീഡൻ while the work permit allows you to work in Sweden. ഈ ഒരു റെസിഡൻസ് പെർമിറ്റിന്റെ അപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തത് ഗ്രാൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റെസിഡൻസ് പെർമിറ്റ് കാർഡ് കിട്ടുന്നവർ പറയുന്നുണ്ട്. അതായത് അതിൽ എല്ലാ ഡീറ്റെയിൽസും, എല്ലാ പ്രൂഫും ഉണ്ടായിരിക്കുന്നവർ പറയുന്നുണ്ട്. യു ഹാവ് പെർമിഷൻ ടു ബി ഇൻ സ്വീഡൻ ആൻഡ് കണ്ടെയ്ൻസ് അമംഗ് അതർ തിങ്സ്. അതായത് നമ്മളുടെ ഫിംഗർ പ്രിന്റ്സ്, ഫോട്ടോഗ്രാഫ്സ്, ഇതൊക്കെ അതിൽ ഉണ്ടായിരിക്കുന്നവർ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഇതിന്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് സ്വീഡിഷ് മൈഗ്രേഷൻ ഏജൻസി വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താവശ്യത്തിനും ആ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. ഒരു തേർഡ് പാർട്ടി ലിങ്ക് വഴിയൊന്നും പോകാണ്ട് അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാൻ നോക്കുക. ഞാൻ EU ഇമിഗ്രേഷൻ പോർട്ടലിന്റെ ലിങ്കും അതുപോലെ തന്നെ സ്വീഡിഷ് എംബസിന്റെയും കൺസുലേറ്റിന്റെയും സ്വീഡിഷ് മൈഗ്രേഷൻ വെബ്സൈറ്റ്, ഈ ഒരു സീസണൽ വർക്കേഴ്സിന് വേണ്ടതിന്റെ ഒക്കെ ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യുക. ഇനി ലാസ്റ്റ് ആയിട്ട് സ്വീഡനിലെ ഒരു സീസണൽ ജോബ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് 2-3 ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് നമുക്ക് അവൈലബിൾ ആണ് അതിനായിട്ട്. അതായത് നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് US പോർട്ടൽ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് സ്വീഡിഷ് പബ്ലിക് എംപ്ലോയ്മെന്റ് സർവീസ്, സമ്മർ ജോബ്സ് ഇൻ സ്വീഡൻ. ഇത്രയും ഈ ഒരു 3 വെബ്സൈറ്റ് വഴി നമുക്ക് ഈ ഒരു സീസണൽ വർക്കറിനുള്ള ജോബൊക്കെ സ്വീഡനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ മാത്രമൊന്നല്ല, വേറെയും ഒരുപാട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. മാക്സിമം ഇതുവഴി തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. അങ്ങനെ നിങ്ങളൊരു ജോബ് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യുക. നിങ്ങൾ ആ ഒരു ജോബിനെ ആപ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എംപ്ലോയർ നിങ്ങളെ ആ ഒരു ഡിസിഷൻ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഓഫർ വരും. ആ ഒരു ജോബ് ഓഫറിൽ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അതിനുശേഷം വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുക, പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. എല്ലാം റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സ്വീഡനിലേക്ക് പോയിട്ട് ഒരു ജോബ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്വീഡനത്തെ ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള സീസണൽ ജോബ്സിന് നമ്മൾ അപ്ലൈ ചെയ്യണത്. സ്വീഡനിലേക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു EU രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു മാർഗം ട്രൈ ചെയ്യുക. ഇതൊരു സ്വർണ്ണാവസരം തന്നെയാണ്, ആരും മിസ്സാക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സെക്കൻഡ് ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. And finally, it's me Shyam and this is Wayfarer Insights, and this channel won't disappoint you, and thanks for watching.